ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ആനി റോയ്സ്. പിക്കാട്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റവ സ്വീറ്റ്സ് ആണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. ഈ ഒരു സ്വീറ്റ്സ് നമുക്ക് ഒരാഴ്ച വരെ കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളെപ്പോഴും പറയും പോലെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു സ്വീറ്റ്സ് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മളിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യൊന്ന് ചൂടായി വരുന്നതായ സമയത്ത് ഇതിലേക്ക് നമ്മളിവിടെ കുറച്ച് ബദാമും കാഷ്നട്ട്സും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ നെയ്യിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇതുകൂടി ചേർത്ത് നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയെടുക്കണം. ഇതിപ്പോൾ ഇവിടെ പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നമ്മളിവിടെ ഒരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂണോളം നെയ്യൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യൊന്ന് ചൂടായി വരുന്നതായ സമയത്ത് ഇതിലേക്ക് നമുക്ക് ഇതുപോലെ 1 കപ്പ് അളവിൽ റവയൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒപ്പം തന്നെ 1 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതുകൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതിൻ്റെ കളർ മാറി വരുന്നത് വരെ ഒരു 4-5 മിനിറ്റ് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇതുകൂടി ചേർത്ത് നമുക്കിത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചത് കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ പാല് കൂടി ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതിൻ്റെ വെള്ളം പറ്റി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ വെള്ളം പറ്റി വന്നാൽ പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ ആദ്യം നെയ്യിൽ വറുത്തെടുത്ത് വെച്ച ബദാമും കാഷ്നട്ട്സും ഒക്കെ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബദാമും കാഷ്നട്ട്സും ഇവിടെ ഒരു ഇത്തിരി കൂടുതൽ ഫ്രൈ ആയി പോയിട്ടുണ്ട് കേട്ടോ. അത് എൻ്റെ കൊച്ചെന്നെ സഹായിക്കാൻ വന്നത്, അതുകൊണ്ട് പറ്റിപ്പോയൊരു അബദ്ധമാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് വേറൊരു ബൗളിലേക്കൊന്ന് മാറ്റാം. ഇതിനി നമുക്ക് കയ്യിൽ പിടിക്കാൻ പാകത്തിനൊന്ന് തണുത്ത് വരട്ടെ. ഇതൊന്ന് ചെറുതായിട്ട് തണുക്കാൻ തുടങ്ങുമ്പോഴേക്കും ഒരുപാട് അങ്ങ് തണുക്കരുതിട്ട് കയ്യിൽ പിടിക്കാൻ പാകത്തിനുള്ള ഒരു ചെറു ചൂടിൽ തന്നെ നമുക്ക് ഈ റവയെല്ലാം ചെറിയ ചെറിയ ബോൾസ് ആക്കി ഒന്ന് മാറ്റാം. ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ റവ സ്വീറ്റ്സ് ഇവിടെ റെഡിയാണ് കേട്ടോ. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു റവ സ്വീറ്റ്സ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. സാധിക്കുന്ന എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്